എടാ നമുക്ക് ക്ലാസ്സിൽ കയറണ്ട, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അല്ല മോള് അവനെവിടെ? അവനെ നോക്കിയിരിക്കും, അവൻ ഇനിയും വരാൻ ലേറ്റ് ആവും. എന്താടാ കാര്യം? അത് ഞാൻ പറയാം. എന്ന് പറ. എടാ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ സാധനം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത്. അതായത് ഈ ഹെയറിന്റെ യഥാർത്ഥ ആളുടെ ഫേസ് ഇന്നലെ ഞാൻ കണ്ട്. എന്നിട്ട് അപ്പോഴേക്കും എന്റെ ബോധം പോയി. എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്ക് കിട്ടിയല്ല. അതെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ല, എനിക്ക് ഇവനെ കണ്ണെന്ന് പറഞ്ഞ എന്താ കാര്യം? അതെ, ഈ സാധനം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക പാട്ട് ഞാൻ കേൾക്കും. അങ്ങനെ ഈ ഫേസ് കണ്ട് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അനു കെവിന്റെ പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ എനിക്ക് മെസ്സേജ് വിട്ടെ. അപ്പൊ ഈ പാട്ട് ഞാൻ പിന്നെയും കേട്ട്. അതുകൊണ്ട് അല്ല, ഇപ്പൊ എന്റെ മനസ്സ് പറയണ് കെവിന് ഇതായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ബെസ്റ്റ്. ഇങ്ങോട്ട് വന്നേ. ഈ കെവിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിൽ എന്തോ എടാ കൂടെ ഉണ്ടെന്നുള്ളത്. നിനക്ക് എന്താണ് അവനായിട്ട് ഇത്ര ഇഷ്യൂ? അയ്യോ, എനിക്ക് അവനോടൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ലടാ. പിന്നെ അവന് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയൂന്നറിയാൻ വേണ്ടിട്ടാ. എന്തറിയാനാണ് സാറാ? അതിപ്പോ നന്നായി. എടി, അവന് ഈ ഹെയർ എക്സ്റ്റൻഷൻ പോലെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പഴാ. അതല്ലടാ, ഇതവന്റെ അമ്മയുടെ വല്ലതാണോന്നറിയാനോ. നീ എന്തൊക്കെയാ പറയണത്? നീ അല്ലേ പറഞ്ഞത് ഇതുവരെ കാണാത്തൊരു മുഖമാണ് കണ്ടേന്നുള്ളത്? നീ എന്താ കെവിന്റെ അമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ലേ? ശരിയാണല്ലോ. മാത്രമല്ല, ഈ മരിച്ച ആൾക്കാരൊക്കെയാണ് ഈ പ്രേതമായിട്ട് വന്നെന്നാണ് എന്റെ ഒരു അറിവ്. ദൈവം അനുഗ്രഹിച്ച് അവന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പിന്നെ എന്തായിരിക്കും അവന്റെ പേര് പറഞ്ഞപ്പോ ആ പാട്ട് കേട്ടത്? എനിക്ക് അറിഞ്ഞൂടാ. ദേവൻ വന്നുണ്ടല്ലോ. എന്താടാ കാണണമെന്ന് പറഞ്ഞ? എനിക്കല്ല, ഇവക്ക ചോദിച്ചു. പറയടോ. കെവിൻ, തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഹെയർ എക്സ്റ്റൻഷനാ? എന്റെ അറിവിൽ അത് ഉപയോഗിക്കണതാകെ അനുഭവം മാത്രമേ ഉള്ളൂ. അനു അല്ല, വേറെ സോറി, ഹെയർ എക്സ്റ്റൻഷൻ അല്ല. ഈ ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുടി കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? ഇയാളെന്തൊക്കെ നീ പറയണേ? ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷനെ പറ്റി ആകെ കേൾക്കണത് തന്നെ നീ മറ്റേ അനുഭവമൊക്കെ എന്തോ മുടി മേടിക്കാൻ പോയില്ല, അപ്പോഴാണ്. പിന്നെയാണ് അത് ഉണ്ടാക്കാൻ മുടി കൊടുക്കുന്ന ആൾക്കാർ. ഇത് ചോദിക്കാനാണോ താൻ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിനെ വിളിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോറി, തന്റെ സമയം കളയാൻ വേണ്ടിട്ടല്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തന്റെ അറിവില് ഈ ഒരു വർഷത്തിനിടെ ഒരു 45-50 വയസ്സിനിടെ മരിച്ചുപോയ ഏതെങ്കിലും ആന്റിമാരറിയോ?